അയ്യപ്പ സംഗമവും നടന്നു. പന്തളത്ത് അയ്യപ്പ സംരക്ഷണ സമ്മേളനവും നടന്നു. യഥാർത്ഥത്തിൽ ഭക്തർ കൂടുതൽ എത്തിയത് എവിടെയാണ്? ഈ സിപിഎമ്മിന്റെ കപട അയ്യപ്പ സ്നേഹമാണോ നമ്മൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടത്? എങ്ങനെയാണ് രാഹുൽ ഈശ്വർ, പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. രാഹുൽ ഈശ്വർ ഒരു ഭക്തനാണെന്നാണ് എന്റെ വിശ്വാസം. എന്താണ് രാഹുൽ ഈശ്വറിന് ഇതിൽ തോന്നിയത്? 3 കാര്യങ്ങൾ. ഒന്ന്, അയ്യപ്പൻ ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല. അയ്യപ്പന് വേണ്ടി മത്സരിക്കുന്നതിന് മോഹൻലാൽ പറയുന്ന പോലെ ഗപ്പൊന്നുമില്ല. എല്ലാവരും അയ്യപ്പന്റെയാണ്, അയ്യപ്പൻ എല്ലാവരുടെയാണ്. അതുകൊണ്ട് ആര് സംഗമം നടത്തുന്നത് നമ്മൾ സ്വാഗതം ചെയ്യണം. 2, അത് തന്നെയാണ് യോഗി ആദിത്യനാഥ് പോലെ ബി.ജെ.പിയുടെ പോലൊരു മുഖ്യമന്ത്രി. രണ്ടിനും അദ്ദേഹം എഴുത്തയക്കുകയുണ്ടായി. ഔപചാരികതയുടെ പേരിലായിരിക്കാം, മാന്യതയുടെ പേരിലായിരിക്കാം, രണ്ടിനെയും അദ്ദേഹം വിഷ് ചെയ്യുകയുണ്ടായി. 3, നമ്മൾ ദൈവത്തിന്റെ പേരിൽ പരസ്പരം അടികൂടാനല്ല, പകരം പരസ്പരം യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താൻ നോക്കണം. ഉദാഹരണം, നമ്മുടെ പമ്പാ സംഗമത്തിന് ഞാനൊക്കെ ആദ്യം മുതലേ പറഞ്ഞാണ് ശ്രീ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരെ തീർച്ചയായും ക്ഷണിക്കണം എന്ന്. പക്ഷേ നമ്മുടെ ദേവസ്വം ബോർഡ് ഇത് കേട്ടില്ല. യഥാർത്ഥത്തിൽ കൂടുതൽ ആൾക്കാർ എത്തിയതും ഭക്തരെ കൂടുതൽ എത്തിക്കാൻ കഴിഞ്ഞതും നമ്മുടെ പന്തളത്തെ സംഗമത്തിന് തന്നെയാണ്. നമ്മൾ കണ്ണിന്റെ ഫ്രണ്ടിൽ കണ്ടതല്ലേ, ഇനി അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അതുകൊണ്ട് പക്ഷെ NSS SNDPയും വിട്ടുവന്നു. അതും മറ്റൊരു പ്രത്യേകതയാണ്. NSS SNDPയും വിട്ടുവന്നു. രണ്ടിനും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പക്ഷെ ഒരു നോച്ച് മികച്ചു നിന്നത് പന്തളത്തെ സംഗമം തന്നെയാണ്. RSS BJP ആണ് അത് സംഘടിപ്പിച്ചത്. ഇത് അവർക്ക് ഈ ആശയപരമായ ഇടതുപക്ഷമായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിജയം തന്നെയാണ്. അത് പറയുന്നതിന് നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. പക്ഷേ രാഹുൽ ഈശ്വർ, ഈ ആചാര ലംഘനം നടത്തി ഇപ്പോ സന്ദീപാനന്ദഗിരി അടക്കം പറഞ്ഞു, പിന്നെ ആർത്തവമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറുന്നതിന് ഒരു കുഴപ്പവുമില്ല. ആ സമയത്ത് കോടതി വിധി വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പല സ്ത്രീകളെയും അന്ന് സാനിറ്ററി പാഡും ചെരുപ്പും കൊണ്ട് ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ കയറ്റി. അങ്ങനെ ഒരു സർക്കാരാണ്. അന്ന് രാഹുൽ ഈശ്വറിന് അടി കിട്ടിയതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ താങ്കളെ കാണാൻ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബൈറ്റ് എടുക്കാൻ വന്നിട്ടുണ്ടെന്നാണ് ഇതിന്റെ പേരിലെന്നാണ് എന്റെ ഓർമ്മ. അത്തരത്തിൽ ഈ പിന്നെ അയ്യപ്പ ഭക്തരെ മുഴുവൻ തല്ലിച്ചതച്ച ഒരു സർക്കാരിന് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ എന്താണ് യോഗ്യത? അവിടെയാണ് 2-3 കാര്യങ്ങൾ. ഒന്ന്, ആദ്യം ഈ വിഷയത്തിൽ അറസ്റ്റിലാവുന്ന എന്റെ മുത്തശ്ശി ദേവകി യന്ത്രജനമാണ്. 2, എന്റെ അമ്മ മല്ലിക നമ്പൂതിരി. 3, ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ് അറസ്റ്റിലാകുന്നത്. 4-5 തവണ ഈ ഗവൺമെന്റ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 ആഴ്ച 3 ആഴ്ച ജയിലിൽ കിടന്നതാണ്. വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയക്കാരെല്ലാം ഇപ്പോഴല്ലേ വന്നുള്ളൂ. നെജിക്ക് ഓർമ്മ കാണും, ആദ്യം ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ എല്ലാ പാർട്ടികളും ഇതിനെ അനുകൂലിച്ചതാണ്. കോൺഗ്രസും BJPയും CPയും അനുകൂലിച്ചതാണ്. ഞാൻ അടക്കമുള്ള വിരലെണ്ണാവുന്ന വിശ്വാസികളുടെ പോരാട്ടം, NSS അടക്കമുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പിന്തുണ, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ആ ടൈഡ് ചേഞ്ച് ചെയ്തത്. 2, അപ്പം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ ആൾക്കാർ ചോദ്യം ചെയ്യുന്നതിന്റെ പ്രശ്നം നമുക്ക് എല്ലാം അറിയാം. ഒരു ഇലക്ഷൻ വർഷമല്ലേ. അപ്പോ ഈഴവ വോട്ടുകളും നായർ വോട്ടുകൾ CPMന്റെ നകന്നു പോകുന്നു. അപ്പൊ വിശേഷിച്ച് ആ ഈഴവ വോട്ടുകൾ പോകുന്നു. ആ ഈഴവ വോട്ടുകൾ തങ്ങളിലേക്ക് ചേർത്ത് നിർത്താനും കഴിയുന്നത്ര നായർ വോട്ടുകൾ പോകാതിരിക്കാനും വേണ്ടി CPM ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലെന്ന് ആർക്കാ അഭിപ്രായം? എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമുണ്ട്. അപ്പൊ അവിടെയാണ് സുപ്രീം കോടതിയുടെ അടക്കം വിധി തെറ്റായിരുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ പറയുന്നത് സ്വാഗതാർഹമാണ്. അത് വളരെ പോസിറ്റീവാണ്. ഇത് ശശികല ടീച്ചറും അഡ്രസ് ചെയ്തിട്ടുണ്ട്. ശശികല ടീച്ചർ ആ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു അടഞ്ഞ അധ്യായമാണ് ആക്കേണ്ടത്, കഴിഞ്ഞ അധ്യായമല്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികളുടെ വികാരങ്ങൾ പ്രധാനമാണ്. പക്ഷെ RSSനോടും BJPയോടും ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ആ വേദിയിൽ പോലും അയ്യപ്പന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണമെങ്കിൽ അയ്യപ്പന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗം കൂടിയാണ് വാവർ. അത് നമ്മൾ മറക്കരുത്. നമ്മളല്ലല്ലോ, അയ്യപ്പനല്ലേ തീരുമാനിക്കേണ്ടത്. അയ്യപ്പൻ തീരുമാനിച്ചൊരു കാര്യം 4 സുപ്രീം കോടതി വിധിന്യായത്തിന് മാറ്റാൻ പറ്റിയില്ല. അയ്യപ്പൻ തീരുമാനിച്ച മുസ്ലിമായ വാവരെ എവിടെ നിന്ന് മാറ്റാൻ പിന്നെ RSSകാർക്കോ BJPക്കാർക്കോ പറ്റുമോ? അയ്യപ്പൻ ഒരു പാത കാണിച്ചു തരുന്നതാണ്. ബഹുസ്വരതയുടെ ആത്മീയതയുടെ ഒരു പാത കാണിച്ചു തരുന്നതാണ്. ഇതിനെ നമ്മൾ ഗാന്ധിയൻ പാതയെന്നോ അയ്യപ്പന്റെ പാതയെന്നോ ഇന്ത്യയുടെ പാതയെന്നോ വിവേകാനന്ദന്റെ പാതയെന്നോ ഒക്കെ വിളിക്കാം. അതായത് ഒരു കയ്യിൽ ഞാൻ ശക്തമായ ഹിന്ദുമത വിശ്വാസിയാണ്, ഹിന്ദുവാണ്, എന്നാൽ അതോടൊപ്പം നമ്മൾ സഹോദര സമുദായങ്ങളെയും ചേർത്ത് നിർത്തണം. ഇതാണ് മണികണ്ഠന്റെ പാത, ഇതാണ് മഹാത്മാഗാന്ധിയുടെ പാത. ഈ പാത എല്ലാവരും പിന്തുടരണം. ആ പാതയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും എത്തും. അതിന്റെ വലിയൊരു തെളിവാണ് CPM ആ പാതയിലേക്ക് എത്തിയതും. ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് ശബരിമലയെക്കുറിച്ച്, ശബരിമല ലോകത്തിന് മാതൃകയാണെന്നാണ്. അപ്പൊ വളരെ നന്നായി. അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത് വളരെ നല്ലതല്ലേ. നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഓഫ് കോഴ്സ് രാഷ്ട്രീയത്തിന്റെ ഒരു സബ്ടെക്സ്റ്റും കൂടെ ഉണ്ട്. പിന്നെ NSS SNDP അടക്കമേ സർക്കാർ വിളിച്ചാൽ അവർക്ക് എങ്ങനെ പോവാതിരിക്കാൻ പറ്റും?
രാഷ്ട്രീയം പ്രകടമായിട്ടുള്ള BJP വേഴ്സസ് CPM, BJP വേഴ്സസ് കോൺഗ്രസ് വേഴ്സസ് CPM ഒക്കെ ആണെങ്കിൽ നമുക്കൊരു നിലപാടെടുത്ത് ഗവൺമെന്റ് വിളിക്കുന്ന ഒരു പരിപാടിക്ക് പോകാതിരിക്കാൻ പറ്റും. പക്ഷേ NSS അടക്കം SNDP അടക്കം വിളിക്കുമ്പോൾ KPMS അടക്കം വിളിക്കുമ്പോൾ എങ്ങനെ അവർക്ക് പോകാതിരിക്കാൻ പറ്റുക? അപ്പോൾ ആ രീതിയിൽ നമ്മൾ രണ്ട് സംഗമങ്ങൾ നന്നായി പോകണം. ഇന്നലെ എനിക്ക് സന്ദീപ് ബജസ്പതി BJPയുടെ നേതാവ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊന്നിൻ്റെയും കോമ്പറ്റീഷൻ അല്ല, ഞങ്ങൾ ആർക്കും എതിരായിട്ടല്ല നടത്തുന്നത്. ആ നല്ല സമീപനവും നല്ല വർത്തമാനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നതിനും അദ്ദേഹത്തെ അഭിനന്ദിക്കും. ഒരു കാര്യം കൂടി, ഞാൻ പൊതുവെ രാഹുൽ ഈശ്വറിനോട് ഒരുപാട് പേർക്ക് എതിർപ്പും വിമർശനവും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഞാൻ രാഹുൽ ഈശ്വറിനോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് രാഹുൽ ഈശ്വറിൻ്റെതായ ഒരു വ്യക്തമായ നിലപാട് കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ശബരിമലയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പിന്നെ നടന്ന ഈ ആചാര ലംഘനം അതൊക്കെ നിങ്ങളും കൂടി ഒരു ആ കുടുംബത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, സത്യത്തിൽ പന്തളത്ത് നടന്ന ഒരു തീവ്ര സംഗമമാണോ? രണ്ട് കാര്യങ്ങളാണ്. കുമ്മനം ചേട്ടനെ പോലെ, അതായത് ഇപ്പൊ നമ്മുടെ കുമ്മനം ചേട്ടൻ എന്ന് പറഞ്ഞാൽ പരമസാത്വികനാണ്. എന്റെ മുത്തശ്ശിയുടെ ബുക്ക് റിലീസിന്റെ പരിപാടിക്ക് വന്നിട്ടാണ് ശശി തരൂർ സാർ അടക്കം അംഗീകരിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞത് കാവി ഇടാത്ത സന്യാസിയാണ് കുമ്മനം ചേട്ടൻ. പക്ഷെ നമുക്കെല്ലാം അറിയാം, ശശികല ടീച്ചർ കുറെ കൂടെ തീവ്ര വലതുപക്ഷത്ത് നിന്ന് എന്താ പറയുക, കുറച്ച് തീവ്രത കൂടുതൽ സംസാരിക്കുന്നതാണ്. അപ്പം കുമ്മനം ചേട്ടൻ മഹാത്മാഗാന്ധിയെ പൂർണ്ണമായി അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ശശികല ടീച്ചർ മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ ഇറക്കിയ ആളാണെന്നൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷെ അത് മോശമല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവായ മോദിജി അംഗീകരിക്കുന്ന, മോഹൻ ഭഗവത്ജി അംഗീകരിക്കുന്ന ഇതേപോലൊരു ഹിന്ദു നമ്മളെല്ലാം ആകണം എന്ന് മോഹൻ ഭഗവത്ജിയും ഇന്ത്യ ഗാന്ധിയുടെ നാടാണെന്ന് ലോകത്തിൽ എല്ലായിടത്തും നടന്നു പറയുന്ന മോദിജിയും ഉള്ളപ്പോൾ അവരുടെ താഴെ നിൽക്കുന്ന ശശികല ടീച്ചർ ബ്രിട്ടീഷുകാർ ഇറക്കിയ ഒരാളാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് എത്ര മോശമാണ്. ഇനി ശശികല ടീച്ചറിനെക്കാട്ടി തീവ്രതയുള്ള ആൾക്കാരുണ്ട്. ഇന്നലെ ആ വേദിയിൽ വാവരില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. നമുക്ക് കുമ്മനം ചേട്ടന്റെ ലൈൻ എടുത്താൽ പോരെ? മോദിജിയുടെ ലൈൻ എടുത്താൽ പോരെ? മോഹൻ ഭഗവത്ജിയുടെ ലൈൻ എടുത്താൽ പോരെ? എന്തിനാണ് നമുക്ക് ഈ തീവ്ര ഗോഡ്സേവാദത്തിലേക്ക് പോകുന്നത്? ഈ തീവ്ര ഗോഡ്സേവാദം ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കും. തീവ്ര ഗോഡ്സേവാദം പറ്റുന്ന എന്താ അറിയാമോ? സാധാരണ നല്ല ഹിന്ദുക്കൾ, നോർമൽ ആയിട്ടുള്ള ഹിന്ദുക്കൾ, എല്ലാവരോടും കൂടി ഒരുമിച്ച് പോകണമെന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾ ഇതിൽ നിന്ന് അകന്നു പോകും. ധന്യാജി തന്നെ, വേറെ ആരും വേണ്ട, സ്വന്തം മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി. നാളെ നമ്മുടെ മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ ഇറക്കിയതാണെന്ന് പറഞ്ഞാൽ ധന്യാജി അടക്കമുള്ള ആരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കള്ളം പറയണ എന്തിനാ നമ്മളെ? ആ അഭിപ്രായം മോദിജിക്കോ മോഹൻ ഭഗവത്ജിക്കോ ഇല്ലല്ലോ. മോഹൻ ഭഗവത്ജി പറയുന്നത് എന്താ? കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി മറ്റേ അമ്പലം ഉണ്ടോ എന്ന് തിരയേണ്ടതാണ്, ശിവലിംഗം ഉണ്ടോ എന്ന് തിരയേണ്ടതാണ്. ഇത് പറയുന്നത് RSSന്റെ സർസംഘചാലകാണ്. എത്ര വലിയ പോസ്റ്റിൽ ഇരുന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് ആലോചിക്കണം. ആ അവസരത്തിലാണ് കേരളത്തിൽ അയ്യപ്പന്റെ ആത്മമിത്രമായ അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളി പൊളിച്ച് ശിവക്ഷേത്രമാക്കണമെന്ന് TG മോഹൻദാസ് പറയുന്നത്. ഇത് പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോ അംഗീകരിക്കൂ. അപ്പോ ഈ തീവ്ര ലൈൻ വേണ്ട. കുമ്മനം ചേട്ടന്റെ ലൈൻ നല്ലതാണ്, സുരേഷ് ഗോപിജിയുടെ ലൈൻ നല്ലതാണ്. ശ്രീധരൻപിള്ള സാറിനേക്കാൾ മതസൗഹാർദ്ദവാദി ഒരു വ്യക്തി കേരളത്തിൽ ഒരു പക്ഷേ കാണില്ല. അപ്പോ BJPയുടെയും RSSന്റെ ഉള്ളിൽ തന്നെ നല്ല മിതമായ ലൈൻ എടുക്കുന്നവരുണ്ട്. ആ ലൈനാണ് പ്രധാനം. ഉദാഹരണം ഒരു കാര്യം കൂടെ ചോദിക്കാം. ശബരിമല ഇന്ന് യുവതികളെ കയറ്റണമെന്ന് ധന്യാജിക്കും എനിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും എല്ലാം BJPക്കാർക്കും എല്ലാം അനുകൂലമാണല്ലോ അല്ലേ? ആർക്കും അതിനോട് എതിരഭിപ്രായമില്ലല്ലോ. കേരളത്തിൽ 2 പേരേ ഉള്ളൂ ശബരിമല യുവതികളെ കയറ്റണമെന്ന് പറയുന്നത്. RSSന്റെ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ ശ്രീ RV ബാബു, BJPയുടെ പഴയ ഇന്റലക്ച്വൽ സെൽ ഹെഡ് ശ്രീ TG മോഹൻദാസ്. ഇത് 2018 കഥയല്ല, 2025 കഥയാണ് പറയണേ. 2025 കമ്മ്യൂണിസ്റ്റുകാർക്കും ശ്രീ പിണറായി വിജയന് പോലും ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന് അഭിപ്രായമില്ല. ശ്രീ TG മോഹൻദാസിനും ശ്രീ RV ബാബുവിനും ഇപ്പോഴും ശബരിമല യുവതികളെ കയറ്റണമെന്ന് അഭിപ്രായം. അതെന്താ അങ്ങനെ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തീവ്ര ലൈൻ വേണ്ട. അവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നാലേ യൂണിഫോം സിവിൽ കോഡ് നടപ്പാകൂ. ഈ വഴിയിലൂടെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയാ. ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് RSSന്റെ സർസംഘചാലകായ നമ്മുടെ പൂജനീയ സർസംഘചാലക ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്നാണ്. മുസ്ലിങ്ങൾ കൂടുതൽ കല്യാണം കഴിച്ച് അവർ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നു എന്ന തെറ്റിദ്ധാരണ കാരണമാണ് ചില ആൾക്കാർ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. മനസ്സിൽ ആ വിഷം കിടക്കുകയാണ്. ധന്യാജി അറിയുമ്പോൾ ഒരുപക്ഷെ ഞെട്ടലുണ്ടാവും. ശബരിമലയെ കുറിച്ച് ഏറ്റവും മോശം അഭിപ്രായം ഇന്നേ വരെ പറഞ്ഞ ആരാണെന്ന് അറിയാമോ? അത് BJP രാജ്യസഭയിലേക്ക് എത്തിച്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അദ്ദേഹം പറഞ്ഞത് പട്ടാളത്തെ ഉപയോഗിച്ച് ശബരിമല യുവതികളെ കയറ്റണം, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പോലും പറയാൻ പറ്റും. ഞാൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത ആളാണ്, ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല, ഇനി വോട്ട് ചെയ്യില്ല, നാളെ വോട്ട് ചെയ്യില്ല. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും പറയാത്തതിന്റെ കാര്യം പറയുന്നത് നമ്മുടെ മനസ്സിലെ ഈ തീവ്രത കാരണമാണ്.
അപ്പൊ അതുകൊണ്ട് കുമ്മനം ചേട്ടന്റെ ലൈൻ എടുക്കുക, പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജിയുടെ ലൈൻ എടുക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ലൈൻ എടുക്കുക, സുരേഷ് ഗോപിയുടെ ലൈൻ എടുക്കുക. ആലോചിച്ച് നോക്കുക, എനിക്ക് ഇസ്ലാമിക പ്രാർത്ഥനകൾ ചൊല്ലി നോമ്പ് മുറിക്കാൻ അറിയാമെന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കാണിക്കുന്ന നന്മയല്ലേ നമ്മൾ ചെയ്തത്? ശ്രീധരൻപിള്ള സാർ അടക്കം നമ്മുടെ നാട്ടിൽ കലാപം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ അടക്കം വലിയ പരിശ്രമങ്ങളോടുകൂടിയാണ് അത് തടയാൻ കഴിഞ്ഞത്, ഒരുമിച്ച് നിന്നത്. ഈ ഒരു കാലത്ത് ഈ മുസ്ലിം തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഇടയിൽ ഒരു ട്രോൾ ഉണ്ടായിരുന്നു, മീം ഉണ്ടായിരുന്നു. അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പഴയ അക്കരയിലെ ജോണിയും തിലകനും കൂടി ഈ ഒരു വലിയ മാപ്പ് നോക്കുന്ന രംഗമുണ്ട്. എന്നിട്ട് ജോണി തിലകൻ ജോണിയോട് ചോദിക്കുന്നു, മുസ്ലിം സംഘമോ? ശ്രീധരൻപിള്ളയും രാഹുൽ ഈശ്വറും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ മുസ്ലിം സംഘമാവുമോ? ആ അർത്ഥത്തിൽ ശ്രീധരൻപിള്ള സാറിനെ എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. അതൊരു ലൈനാണ്, ഒരു മതസൗഹാർദ്ദത്തിന്റെ നന്മയുടെ. ഞാൻ ഹിന്ദുവാണ്, എന്നാൽ കൂടെ മുസ്ലിമും ക്രിസ്ത്യാനിയും നമ്മുടെ നാട്ടിലില്ലേ? അവരെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് അയ്യപ്പൻ വാവരെയും വെളുത്തെയും കൂടെ കൂട്ടിയത്. അവരെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി മൗലാന ആസാദിനെയും ചാൾസ് ഫ്രീർ ആൻഡ്രൂസിനെയും കൂടെ കൂട്ടിയത്. അവരെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് RSS എന്ന സംഘം മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും തുടങ്ങിയത്. ഇത് RSSന് ഔദ്യോഗികമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് കേട്ടോ. RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന് ഔദ്യോഗികമായിട്ടുള്ള 2 സംഘടനകളാണ് മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ഈസായി രാഷ്ട്രീയ മഞ്ച്. ഈസായി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി രാഷ്ട്രീയ മഞ്ച്. ഈ ഒരുമ നമുക്ക് വേണം. ആ ഒരുമ ഒരുമിച്ച് ആര് കൊണ്ടുപോകുന്നു അവർക്ക് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കുമ്പോൾ ഇത് തന്നെ കൊടുക്കണം. കുമ്മനം ചേട്ടന്റെ ലൈൻ, മോഹൻ ഭഗവത്ജിയുടെ ലൈൻ, മോദിജിയുടെ ലൈൻ സ്വീകരിക്കാൻ BJP RSS നേതൃത്വം തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും കൂടെ നിൽക്കും.